വിഴിഞ്ഞം തുറമുഖ ഓഹരി കൈമാറ്റവുമായി ബന്ധപ്പെട്ട് ഒരുപാട് വാദപ്രതിവാദങ്ങൾ നടന്നുകൊണ്ടിരിക്കുമ്പോൾ മുഖ്യമന്ത്രി വി ഡി സതീശൻ ഇലക്ഷന് മുന്നേയിട്ട് മംഗലാപുരത്ത് പോയ വിഷയമാണ് പ്രധാനമായിട്ടും അവർ ഉയർത്തി കാണിക്കുന്നത്. അതിനപ്പുറത്തേക്ക് വിഴിഞ്ഞത്തെ ഓഹരി കൈമാറ്റത്തിൽ ഗുരുതരമായ ചട്ടലംഘനങ്ങൾ നടന്നു എന്ന് ചൂണ്ടിക്കാണിക്കുന്ന ക്ലോസ് 5.9 ഇപ്പൊ ചർച്ചയാകുന്നുണ്ട്. എന്താണ് യഥാർത്ഥത്തിൽ ഈ ക്ലോസ് 5.9? എന്ത് ചട്ടലംഘനമാണ് ഇവിടെ നടന്നിരിക്കുന്നത് എന്നാണ് പ്രതിപക്ഷം ആരോപിക്കുന്ന ആ ചട്ടലംഘനം എന്താണ്? എന്തായാലും ക്ലോസ് 5.9ലേക്ക് വരാം. അതിനു മുമ്പ് നേരത്തെ തന്നെ പ്രതിപക്ഷം പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഈ ദുരൂഹത, ആ ദുരൂഹത യഥാർത്ഥത്തിൽ നീങ്ങിക്കിട്ടേണ്ടത് വളരെ അത്യാവശ്യമായിട്ടുള്ളൊരു കാര്യമാണ്. അതായത് മെയ് 1-ാം തീയതി മംഗലാപുരത്തേക്ക് വി ഡി സതീശൻ യാത്ര ചെയ്യുന്നു. മൂകാംബിക ദർശനത്തിനായിട്ടാണ് പോയതെന്നാണ് അദ്ദേഹവുമായി ബന്ധപ്പെട്ടിരിക്കുന്ന വൃത്തങ്ങൾ പുറത്തു നൽകിയ വിവരം എന്ന് പറയുന്നത്. അദ്ദേഹം മൂകാംബിക ക്ഷേത്രത്തിൽ സന്ദർശിച്ച ദൃശ്യങ്ങളൊക്കെ പുറത്തും വന്നിട്ടുണ്ട്. പക്ഷേ അദ്ദേഹം പോകുന്നതിലല്ല കുഴപ്പം, ഇതിലൊന്നുമല്ല കുഴപ്പം. അദ്ദേഹം പോയത് എങ്ങനെയാണ്? അദ്ദേഹം പോയത് ഒരു പ്രധാനപ്പെട്ടിട്ടുള്ള കമ്പനിയുടെ വിമാനത്തിലാണ്. വിമാനത്തിലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചാർട്ടേഡ് വിമാനത്തിലാണ്, പ്രൈവറ്റ് ജെറ്റിലാണ് അദ്ദേഹം അവിടെ സന്ദർശിച്ചത്. ഈ പ്രൈവറ്റ് ജെറ്റിൻ്റെ ഒരു തുക എന്ന് പറയുന്നത് നമുക്കറിയാം, സാധാരണ വിലയൊന്നും അല്ല. വലിയ 25 ലക്ഷത്തോളം രൂപ കൊടുത്തു കഴിഞ്ഞാൽ മാത്രമേ അങ്ങനെ സന്ദർശിക്കാൻ പറ്റുള്ളൂ. ആരാണ് ഇതിൻ്റെ സാമ്പത്തികം നൽകിയത്? വി ഡി സതീശൻ തന്നെ കയ്യിൽ നിന്ന് എടുത്തിട്ട് കൊടുത്തതാണോ? പിന്നെ മെയ് 1-ാം തീയതി വൈകിട്ട് തന്നെ അദ്ദേഹം തിരിച്ച് കൊച്ചിയിലേക്ക് വരികയും ചെയ്തു. സെയിം ഈ സാഫ്രോൺ എന്ന് പറയുന്ന ഈ കമ്പനിയുടെ അതേ പ്രൈവറ്റ് ജെറ്റിൽ അദ്ദേഹം തിരിച്ചു വരികയും ചെയ്തു. അവിടെ കൂടിക്കാഴ്ച നടത്തിയത് കോൺഗ്രസ് വിട്ടുപോയ മറ്റ് പല നേതാക്കളുമായിട്ട്, NDAയുമായിട്ട് ബന്ധമുള്ള JDSൻ്റെ നേതാക്കളുമായിട്ട് അദ്ദേഹം കൂടിക്കാഴ്ച നടത്തുന്നു. അവർ അദ്ദേഹത്തിന് സൽക്കാരം നൽകുന്നു. ഇതൊക്കെ ആയിട്ട് ബന്ധപ്പെട്ടിട്ടാണ് ദുരൂഹതകൾ കൃത്യമായിട്ടും നിലനിൽക്കുന്നത്. അതിന് വളരെ കൃത്യമായിട്ടുള്ള മറുപടി, കൺവിൻസിങ് ആയിട്ടുള്ള മറുപടി ഇതുവരെ വി ഡി സതീശൻ നൽകിയിട്ടില്ല. എനിക്ക് ഉറപ്പാണ് അദ്ദേഹം വരും ദിവസങ്ങളിൽ ഇതുമായി ബന്ധപ്പെട്ടിട്ടുള്ള വിശദീകരണങ്ങൾ നടത്തുന്നുള്ളത്. പക്ഷേ അതില്ലാത്തത് കൊണ്ടാണ് ഈ ദുരൂഹത യഥാർത്ഥത്തിൽ അടിസ്ഥാനപരമായിട്ട് നിലനിൽക്കുന്നത്. അദാനി കമ്പനിയുടെ ഒരു പ്രസിഡന്റിനെ പോലും അദ്ദേഹം ഈ കൂടിക്കാഴ്ചയിൽ സന്ദർശിച്ചിട്ടുണ്ട് എന്നാണ് അറിയാൻ കഴിയുന്നൊരു കാര്യം. അപ്പം ഇതൊക്കെ കണക്ട് ചെയ്തിട്ടാണ് ഇപ്പം ഈ വിഴിഞ്ഞത്തിൻ്റെ ഈ ഓഹരി വിൽപ്പനയെ കാണുന്നത് ആളുകൾ. പക്ഷെ ഇവിടെ ഗൗതം പറഞ്ഞതുപോലെ അദാനിയുമായി ബന്ധപ്പെട്ട ഒരാളെ വി ഡി സതീശൻ അവിടെ കണ്ടിട്ടുണ്ട് എന്നാണ് നമ്മൾ അറിഞ്ഞത് മാത്രമേ ഉള്ളൂ. ദൃശ്യങ്ങൾ അത്ര സമൂഹ മാധ്യമങ്ങളിൽ അത് കൃത്യമായ ദൃശ്യങ്ങളാണോ എന്നുള്ളതിന് യാതൊരു ഉറപ്പും ഈ മാധ്യമങ്ങൾ പോലും തരുന്നില്ല. പക്ഷേ അറ്റ് ദ സെയിം ടൈം AKG സെന്ററിൽ നിന്ന് അദാനി ഇറങ്ങി വരുന്നതിന്റെ ചിത്രങ്ങൾ ക്ലിയർ കട്ട് ആണെന്നുള്ളതിന്റെ വിശദീകരണം ഉൾപ്പെടെ നമ്മുടെ മുന്നിലുണ്ട്. തീർച്ചയായിട്ടും കാണുന്നത് ഇത്ര വലിയ പാപമാകുമ്പോൾ. പക്ഷെ അതിന്റെ ഒരു വിഷയം എന്ന് പറയുന്നത് ഈ വോട്ട് എടുപ്പിന്റെ ഏതാണ്ട് കുറച്ച് മണിക്കൂറുകൾക്ക് മുമ്പാണ് ഇത്തരത്തിലൊരു സന്ദർശനം നടത്തിയെന്നുള്ളതാണ്. അപ്പം അതുമൊക്കെ ബന്ധപ്പെട്ടിട്ടാണ് ദുരൂഹത നിലനിൽക്കുന്നത്. അതവിടെ നിൽക്കട്ടെ. അതിൻ്റെ ദുരൂഹതകൾ തീർച്ചയായിട്ടും അത് മറനീക്കി പുറത്തു വരേണ്ടത് തന്നെയാണ്, അതിൽ സംശയമില്ല. അദ്ദേഹം കൃത്യമായിട്ട് അത് ചെയ്യുകയും ചെയ്യും. ഇതിലേക്ക് വരികയാണെങ്കിൽ ഈ ക്ലോസ് 5.9ുമായിട്ട് ബന്ധപ്പെട്ടിട്ടാണ് ഇപ്പോൾ ഈ വിഴിഞ്ഞം ഈ ഓഹരി വിൽപ്പന ചർച്ചയാവുന്നത്. ക്ലോസ് 5.9 അത് പരിശോധിക്കുമ്പം ഇത്തരത്തിലുള്ളൊരു ഓഹരി വിൽപ്പന നടത്താനായിട്ട് അദാനിക്ക് പറ്റുമോ എന്നുള്ളതാണ് പ്രതിപക്ഷം ഉന്നയിക്കുന്ന പ്രധാനപ്പെട്ടിട്ടുള്ള ഒരു വിഷയം എന്ന് പറയുന്നത്. എന്താണ് ആ ക്ലോസ് 5.9ൽ പറഞ്ഞിരിക്കുന്നതെന്നൊന്ന് വായിക്കാം. ദ കൺസെഷനെയർ, അതായത് അദാനി വിഴിഞ്ഞം പോർട്ട്, ഷാൽ നോട്ട് ഐദർ ഡയറക്ട്ലി ഓർ ത്രൂ അസോസിയേറ്റ്സ് ഓർ ഇൻ എനി അതർ മാനർ എക്വയർ കൺട്രോൾ ഓർ ഇൻട്രസ്റ്റ് ഇൻ ദ ഓപ്പറേഷൻ ഓർ സർവീസസ് ഓഫ് എനി അതർ പോർട്ട് സിറ്റുവേറ്റഡ് വിത്തിൻ ദ ഡിസ്റ്റൻസ് ഓഫ് 250 കിലോമീറ്റേഴ്സ് ഫ്രം ദ പോർട്ട്. അതായത് ഈ വിഴിഞ്ഞുമായി ബന്ധപ്പെട്ടിട്ടുള്ള 200 കിലോമീറ്റേഴ്സിനുള്ളിൽ അദാനിയോ മറ്റേതെങ്കിലും ഒരു കമ്പനിയോ ഷെയറോ അല്ലെങ്കിൽ ഏതെങ്കിലും രീതിയിലുള്ള താല്പര്യമോ എടുത്തിട്ടുണ്ടാകാൻ പാടില്ല എന്നാണ് ഇതിൽ കൃത്യമായിട്ട് പറയുന്നത്. അതായത് ഓപ്പറേഷൻസ് ഓർ സർവീസസ് ഓഫ് ദാറ്റ് പോർട്ട്. പക്ഷെ ഇവിടെ നമ്മൾ പരിശോധിക്കുമ്പം ഇവിടെ ഓഹരി വിൽക്കുന്ന ഈ മെഡിറ്ററേനിയൻ ഷിപ്പിംഗ് കമ്പനി, ആ ഷിപ്പിംഗ് കമ്പനിയുടെ ടെർമിനൽ വിഭാഗമായിട്ടുള്ള TIL, ടെർമിനൽ ഇൻവെസ്റ്റ്മെൻറ്റ് ലിമിറ്റഡ്, അവരാണ് ഈ ഷെയർ വാങ്ങുന്നത്. പക്ഷെ അവർക്ക് തമിഴ്നാട്ടിലുള്ള, അതായത് ഈ 250 കിലോമീറ്റർ ചുറ്റളവിൽ സ്ഥിതി ചെയ്യുന്ന ചിദംബരനാർ പോർട്ട്, VO ചിദംബരനാർ പോർട്ടിൽ 40-50% വരുന്ന ഓഹരി അവർക്കുണ്ടെന്നാണ് നിലവിൽ ലഭിക്കുന്ന വിവരം. അവിടുത്തെ ദക്ഷിൺ ഭാരത് ഗേറ്റ്വേ ടെർമിനൽ, അത് നേരത്തെ ബെലോർ ആഫ്രിക്ക ലോജിസ്റ്റിക്സിൻ്റെ കയ്യിലായിരുന്നു ഈ ദക്ഷിണ ഭാരത് ഗേറ്റ്വേ ടെർമിനൽ.
ഈ ബലോർ ആഫ്രിക്ക ലോജിസ്റ്റിക്സ് 2022 കംപ്ലീറ്റ് ആയിട്ട് ഈ ഈ മെഡിറ്ററേനിയൻ ഷിപ്പിംഗ് കമ്പനി പൂർണ്ണമായിട്ട് വാങ്ങിയിട്ടുണ്ടായിരുന്നു. ആ വാങ്ങുന്നതോടുകൂടി ഇൻഡയറക്റ്റ് ആയിട്ട് ഈ ദക്ഷിൺ ഭാരത് ഗേറ്റ് വേ ടെർമിനലിൻ്റെ 49% ഓഹരിയും ഈ കമ്പനിയുടെ MSCയുടെ കൈകളിലേക്ക് എത്തുകയാണ്. അങ്ങനെ കൈകളിലേക്ക് എത്തിപ്പെട്ടിട്ടുണ്ടെങ്കിൽ എങ്ങനെയാണ് ഇത്തരത്തിലുള്ളൊരു എഗ്രിമെൻറ്റിലേക്ക് ഓഹരി വിൽപ്പനയിലേക്ക് അത് പൂർത്തിയാക്കാൻ സാധിക്കുക എന്നുള്ളതാണ് പ്രധാനമായിട്ടും ഉന്നയിക്കുന്ന ഒരു ചോദ്യം എന്ന് പറയുന്നത്. പക്ഷെ ഇവിടെ ഈ അദാനിയും അതോടൊപ്പം തന്നെ ഈ MSC കമ്പനിയും നിരത്തുന്നൊരു വാദം എന്ന് പറയുന്നത് ഈ എഗ്രിമെൻറ്റിൽ കൃത്യമായിട്ട് പറഞ്ഞിരിക്കുന്നത് ഓപ്പറേഷൻസ് ഓർ സർവീസസ് ഓഫ് ദ പോർട്ട് എന്നാണ്. നമുക്കറിയാം ഈ ചിദംബരം പോർട്ടിൽ പ്രധാനപ്പെട്ടിട്ട് 2 ടെർമിനലുകളാണുള്ളത്. അതിലൊന്ന് ഈ ദക്ഷിൺ ഭാരത് ഗേറ്റ് വേ ടെർമിനലാണ്, മറ്റൊന്നെന്ന് പറയുന്നത് ഇന്ത്യ പോർട്സ് ആൻഡ് ലോജിസ്റ്റിക്സ് ആണ്. ഇതിൽ ഇന്ത്യ പോർട്സ് ആൻഡ് ലോജിസ്റ്റിക്സിൻ്റെ കയ്യിൽ 51% ഓഹരിയുണ്ട്, 49% ഇവരുടെ കയ്യിലുള്ളത് ടെർമിനലിലുള്ളത്. പക്ഷേ ഇവിടെ ഇവർ പറയുന്നത് ഈ എഗ്രിമെന്റിൽ കൃത്യമായിട്ട് രേഖപ്പെടുത്തിയിട്ടുണ്ട് പോർട്ടാണ്, ഓപ്പറേഷൻസ് ആൻഡ് സർവീസസ് ഓഫ് ദ പോർട്ട്. പക്ഷെ ഞങ്ങൾ കൈവശം വെച്ചിരിക്കുന്നത് ടെർമിനലാണ്, അതുകൊണ്ട് ഇതിൽ ഉൾപ്പെടുത്താൻ പറ്റില്ല, നിയമപരമായിട്ട് ഇത് നിലനിൽക്കില്ല എന്നുള്ളതാണ് ഇവരിപ്പം മുമ്പോട്ട് വെക്കുന്ന കണ്ടൻഷൻ വാദം എന്ന് പറയുന്നത്. പക്ഷേ അത് ഒരു കണക്കിന് ശരി തന്നെയാണ്. ശരി തന്നെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ചിദംബരം പോർട്ട് പരിപൂർണമായിട്ടും ഈ പോർട്ട് ഓൺ ചെയ്തിരിക്കുന്നത് അവിടുത്തെ സ്റ്റേറ്റ് ഗവൺമെൻറ്റാണ്. ആ സ്റ്റേറ്റ് ഗവൺമെൻറ്റിൻ്റെ കൈവശമാണ് ഇതിൻ്റെ ഭൂമി, അതോടൊപ്പം തന്നെ മറ്റ് ഇൻഫ്രാസ്ട്രക്ചർ, മറ്റ് കാര്യങ്ങളൊക്കെ പൂർണ്ണമായിട്ടും ഇവരുടെ കയ്യിലാണുള്ളത്. അപ്പോൾ അതിനർത്ഥം എന്ന് പറയുന്നത് പോർട്ടിൻ്റെ പരിപൂർണമായിട്ടുള്ള ഓണർഷിപ്പ് അല്ല ഈ MSC കമ്പനിയുടെ കയ്യിലുള്ളത്. അവർ കൈവശം വെച്ചിരിക്കുന്നത് ടെർമിനലിൻ്റെ ഓപ്പറേഷനാണ്. അപ്പോൾ ഈ ടെർമിനലിൻ്റെ ഓപ്പറേഷൻ ഈ പറയുന്ന ഇതിൻ്റെ ഉള്ളിൽ പരിധിയിൽ വരുമോ എന്നുള്ളതാണ് ഇനി വരും ദിവസങ്ങളിൽ ചർച്ച ചെയ്യാൻ പോകുന്നത്. അത് നിയമത്തിൻ്റെ പരിധിയിൽ നിൽക്കുമോ എന്നുള്ളതാണ്. നിലവിലത്തെ ഒരു മനസ്സിലാക്കലും പരിശോധനയും അനുസരിച്ചിട്ട് അത് നിൽക്കില്ല എന്നുള്ളതാണ്. കാരണം ഇതിൽ കൃത്യമായിട്ട് രേഖപ്പെടുത്തിയിരിക്കുന്നത് ഓപ്പറേഷൻസ് ആൻഡ് സർവീസസ് ഓഫ് ദ പോർട്ട് എന്നാണ് അതിൽ രേഖപ്പെടുത്തിയിരിക്കുന്നത്. നമുക്കറിയാം ഈ 2022 ഇവർ ഈ പോർട്ട് വാങ്ങുന്നത്, അതായത് ഈ ബലോർ ആഫ്രിക്ക ലോജിസ്റ്റിക്സ് വാങ്ങുന്നതിന് മുമ്പ് തന്നെ 1000-ഓളം അവരുടെ നിരന്തരമായിട്ട് അവരുടെ ഷിപ്പുകൾ, അതേപോലെ തന്നെ കണ്ടെയ്നറുകളൊക്കെ ഇവിടെ വരുന്നുണ്ടായിരുന്നു. അവർ മേജറായിട്ട് ഈ പോർട്ടിൽ സർവീസ് നടത്തുന്ന ഒരു ഷിപ്പ് ലൈൻ തന്നെയായിരുന്നു ഈ MSC എന്ന് പറയുന്നത്. അപ്പോൾ അതുകൊണ്ടൊക്കെ തന്നെ ഈ പോർട്ടിൻ്റെ ഓണർഷിപ്പ് അവരുടെ കയ്യിലല്ലാത്തത് കൊണ്ട് തന്നെ ഇവിടെ ഞങ്ങൾക്കൊരു അവകാശമുണ്ട് എന്ന് അവർക്ക് കൃത്യമായിട്ട് സ്ഥാപിക്കാനായിട്ട് സാധിക്കുന്നുള്ളതാണ്. അതുകൊണ്ട് ഇത് നിലനിൽക്കില്ല എന്നാണ് നിലവിലത്തെ പരിശോധനയിൽ പല നിയമവിദഗ്ധരും പറയുന്നത്. അതിനർത്ഥം എന്ന് പറയുന്നത് VD സതീശന് കൃത്യമായിട്ട് ആഗ്രഹമുണ്ട് ഇങ്ങനെ ഒരു കമ്പനി ഇവിടെ വരണമെന്ന്. അത് അദ്ദേഹം കഴിഞ്ഞ ദിവസത്തെ പത്രസമ്മേളനത്തിൽ വളരെ അസന്നിഗ്ധമായിട്ട് പറയുക തന്നെ ചെയ്തു. ഇവർ വരുന്നത് മാത്രമല്ല, ഇപ്പോ CPM നേതാക്കൾ ഉൾപ്പെടെ ഇതിനെ പിന്തുണച്ചുകൊണ്ട് രംഗത്ത് വന്നും കഴിഞ്ഞു, ഇതിനെ എതിർത്തവരെ വിമർശിച്ചും കഴിഞ്ഞു. അതെ, ഇതിൽ അവർ ചോദിക്കുന്ന മെയിൻ ആയിട്ടുള്ള കാര്യം എന്താണ്? ഇങ്ങനെ ഒരു ഡീലിലേക്ക് പോകുന്നതിന് മുമ്പ് എന്തുകൊണ്ട് സംസ്ഥാന സർക്കാരുമായിട്ട് ചർച്ച നടത്തില്ല? പക്ഷെ അവിടെയും പ്രശ്നമുണ്ട്. നിലവിലെ ഇന്ത്യയിലും വിദേശത്തൊക്കെ എങ്ങനെയാണ് ഒരു ഷിപ്പ് കമ്പനി ഓഹരി വാങ്ങുന്നതുമായി ബന്ധപ്പെട്ടിട്ടുള്ള കരാറിൽ ഏർപ്പെടുന്നത്, അതേ വ്യവസ്ഥ പാലിച്ചുകൊണ്ട് തന്നെയാണ് ഇവിടെ കൃത്യമായിട്ട് അദാനിയും പോയിരിക്കുന്നത്. കാരണം ആദ്യത്തെ ഒരു വ്യവസ്ഥ എന്ന് പറയുന്നത്, അല്ലെങ്കിൽ മാനദണ്ഡം എന്ന് പറയുന്നത്, ഈ ഓഹരി വിൽക്കുന്ന കമ്പനിയുമായിട്ട് ഒരു മെമ്മറാണ്ടം ഓഫ് അണ്ടർസ്റ്റാൻഡിങ്, ഒരു ധാരണാപത്രത്തിലേക്ക് കാര്യങ്ങൾ എത്തുക എന്നുള്ളതാണ്. അത് ആദ്യം എത്തി. പിന്നീട് ഏത് രാജ്യമാണോ ആ രാജ്യവുമായി ബന്ധപ്പെട്ടിട്ടുള്ള അതോറിറ്റിയെ, ഇത് പ്രധാനമായിട്ടുള്ള അതോറിറ്റിയെ സെബിയെ അറിയിക്കുക എന്നുള്ളതാണ്. സെക്യൂരിറ്റി എക്സ്ചേഞ്ച്മെന്റ് ബോർഡ് ഓഫ് ഇന്ത്യ, അവരെ കൃത്യമായിട്ട് ഇവരിത് അറിയിച്ചിട്ടുണ്ട്. മൂന്നാമത്തെ കാര്യം എന്ന് പറയുന്നത്, ഇങ്ങനെ ഒരു ഡീലിലേക്ക് നമ്മൾ പോവുകയാണെന്ന് ബന്ധപ്പെട്ടിട്ട് ഒരു പത്രക്കുറിപ്പ് മാധ്യമങ്ങൾ ഇത് അറിയിക്കുക എന്നുള്ളതാണ്. അങ്ങനെ മാധ്യമങ്ങളെ അറിയിച്ചപ്പോഴാണ് ജൂൺ 29-ാം തീയതി പത്രക്കുറിപ്പ് ഇറങ്ങുകയും ജൂൺ 30-ാം തീയതി ഇത് വാർത്തയായിട്ട് വരികയും ജൂലൈ 1-ാം തീയതി ദേശാഭിമാനി ഇതിനെ വർണ്ണിച്ചുകൊണ്ട് LDF ഗവൺമെന്റിന്റെ ഇച്ഛാശക്തിയുടെ ഭാഗമായിട്ടാണ് ഇങ്ങനെ ഒരു വിദേശ നിക്ഷേപം വരുന്നത് എഴുതാനും പറ്റിയത്. അതെ, തൊട്ട് പിന്നാലെ പിണറായി വിജയൻ പ്രതിപക്ഷ നേതാവ് പത്രസമ്മേളനം വിളിച്ചിട്ട് മാറ്റി എഴുതിപ്പിക്കുകയും ചെയ്തത്. അപ്പോൾ ഇവിടെ അദാനി കൃത്യമാണ് എല്ലാ കാര്യങ്ങളും ചെയ്തിരിക്കുന്നത്. അവിടെ നാലാമത്തെ കാര്യമായിട്ടുള്ള ഈ സർക്കാരിനെ അറിയിക്കുക എന്ന് പറയുന്ന ഒരു സംഭവം, അതാണ് ഇപ്പോൾ സർക്കാരിൻ്റെ കയ്യിലാണുള്ളത്. ആ കത്ത് അനുമതി അതിപ്പം എംപവർമെൻറ്റ് ബോഡി പരിശോധിച്ചുകൊണ്ടിരിക്കുകയാണ്. അതിൽ നിയമവകുപ്പ് സെക്രട്ടറി ഉണ്ട്, അതുപോലുള്ള മറ്റ് ധനവകുപ്പ് സെക്രട്ടറി ഉണ്ട്. ഇത്തരത്തെ സെക്രട്ടറിമാർ ഇത് പരിശോധിച്ചുകൊണ്ടിരിക്കുകയാണ്.
അപ്പോൾ ഇത് അന്തിമമായിട്ട് ഇതിൻ്റെ തീരുമാനം എടുക്കാൻ പോകുന്നത് വി.ഡി. സതീശൻ തന്നെയാണ്. വി.ഡി. സതീശൻ കൃത്യമായിട്ട്, ഞാനിവിടെ ഈ നിമിഷം എഴുതി ഒപ്പിട്ട് തരാം, ഇതിന് കൃത്യമായിട്ടുള്ളൊരു അനുമതി വി.ഡി. സതീശൻ്റെ ഭാഗത്ത് നിന്ന് വരുമെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. കാരണം നിയമപരമായിട്ടുള്ള മറ്റു കുരുക്കുകളൊന്നും ഇതിലില്ല. ഒപ്പം തന്നെ ഈ ക്ലോസ് 5.9 ബന്ധപ്പെട്ടിട്ട് ഇവർ പറയുന്ന ഈ അദാനിയും അതോടൊപ്പം തന്നെ ഈ MSC കമ്പനിയും പറയുന്ന രണ്ട് വാദമുണ്ട്. ഒന്ന്, ഇത് നിയമപരമായിട്ട് നിൽക്കില്ല. കാരണം ഞാൻ നേരത്തെ പറഞ്ഞ പോലെ പോർട്ട്, നമ്മളവിടെ ഹോൾഡ് ചെയ്യുന്നത് ടെർമിനലാണ്, ഇതിൽ സൂചിപ്പിച്ചിരിക്കുന്നത് പോർട്ടാണ്. രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത്, ഞങ്ങൾക്കിപ്പം ഈ ചിദംബരൂർ പോർട്ടിൽ, അതായത് ഈ ദക്ഷിൺ ഭാരത് ഗേറ്റ്വേ ടെർമിനൽ, അതിനോട് നമുക്ക് യാതൊരു താല്പര്യമില്ല എന്നാണ് ഇവരിപ്പം പറഞ്ഞിരിക്കുന്നത്. അതായത് ഇവരുടെ ആസ്തി രേഖ കണക്ക്, ആ ആസ്തി രേഖ കണക്കിൽ ഈ ദക്ഷിൺ ഭാരത് ഗേറ്റ്വേ ടെർമിനൽ ഉൾപ്പെട്ടിട്ടില്ല എന്ന് അവരിപ്പോൾ ഒരു വിശദീകരണം ഇറക്കിയിട്ടുണ്ട്. അതായത് നമ്മുടെ അസറ്റിൽ ഇത് ഉൾപ്പെടുന്നില്ല. അതായത് അടുത്ത പ്രതിപക്ഷ ആരോപണവും വിലപ്പോവില്ല എന്നുള്ളത് തീർച്ചയായിട്ടും. അപ്പം ഇത്തരത്തിലാണ് ഈ വിഷയവുമായിട്ട് ബന്ധപ്പെട്ടിട്ട് നിൽക്കുന്ന ഒരു കാര്യം. ഇനി ആദ്യത്തിലേക്ക് വരികയാണെങ്കിൽ തീർച്ചയായിട്ടും ആ ദുരൂഹതകൾ നീങ്ങുക തന്നെയാണ് വേണ്ടത്. അത് എന്താണ് മുഖ്യമന്ത്രിയോടുള്ള എല്ലാ ബഹുമാനവും മുൻനിർത്തിക്കൊണ്ടാണ് പറയുന്നത്. ആ ദുരൂഹത അദ്ദേഹത്തെ വലിയ അപകടങ്ങളിലേക്ക് വരും ദിവസങ്ങളിൽ ഒരു പക്ഷേ എത്തിച്ചേക്കാം. ആ അപകടം എന്ന് പറയുന്നത്, അദ്ദേഹം അപകടത്തിലേക്ക് പോകരുത് എന്ന് പറയുന്ന ഒരു ആഗ്രഹം മുൻനിർത്തിയാണ് അദ്ദേഹം അതിൽ കൃത്യമായിട്ടുള്ള ജനങ്ങൾക്ക് കൺവിൻസിങ് ആകാൻ പറ്റുന്ന രീതിയിലുള്ള വിശദീകരണം അതിൽ അദ്ദേഹം ഇറക്കേണ്ടതാണ്. അദ്ദേഹം എന്തിനാണ് പ്രൈവറ്റ് ജെറ്റിൽ, അതായത് സാഫ്രോൺ എന്ന് പറയുന്ന ഒരു പ്രധാന കമ്പനിയാണ്, സാഫ്രോൺ സ്ട്രോക്സ് പ്രൈവറ്റ് ലിമിറ്റഡ് എന്ന് പറയുന്ന കമ്പനി, ആ കമ്പനീൻ്റെ ഉടമസ്ഥതയിലുള്ള VTPMO രജിസ്ട്രേഷനിലുള്ള ചാർട്ടർഡ് വിമാനത്തിലാണ് വി.ഡി. സതീശൻ യാത്ര ചെയ്തത്. ആരാണ് ഇതിൻ്റെ സാമ്പത്തിക സ്രോതസ് എന്താണ്? അതുമായി ബന്ധപ്പെട്ടിട്ടുള്ള ദുരൂഹതയുണ്ട്. 25 ലക്ഷം രൂപ അങ്ങോട്ടും ഇങ്ങോട്ടും വിമാനത്തിനായിട്ട് അദ്ദേഹം പോക്കറ്റിൽ നിന്ന് എടുത്തിട്ട് മൂകാംബിക സന്ദർശനത്തിനായിട്ട് കൊടുത്തോ? ഒരു വി.ഡി. സതീശനോടുള്ള ഗൗതമിന്റെ കരുതൽ എനിക്ക് മനസ്സിലാകുന്നു. ഒരു ചെറിയ തിരുത്തലൂടി വരുത്തിക്കോട്ടെ. കഴിഞ്ഞ ഇതേ ചർച്ചയിൽ നമ്മൾ 40 ലക്ഷം രൂപ എന്നാണ് ഗൗതം തന്നെ ആരോപിച്ച ഒരു തുക കണക്ക് ഈ ജെറ്റിന്. ഇന്ന് നമുക്കത് 25 ലക്ഷം വരെ ആയിട്ടുണ്ട്. അടുത്ത കണക്കിൽ നമ്മൾക്ക് ഇനിയും ചിലപ്പോൾ കുറയുമായിരിക്കാം. എങ്ങനെയൊക്കെ കുറഞ്ഞാലും ഇല്ലെങ്കിലും വി.ഡി. സതീശൻ ഉത്തരം പറയണം. അത് ഞാൻ 40 ലക്ഷം എന്ന് പറയുമ്പോൾ കൃത്യമായിട്ട് സബ്ജക്ട് ടു കറക്ഷൻ എന്ന് പറഞ്ഞിട്ടുണ്ട്. ഇപ്പം മറ്റു പലവരോടും സംസാരിച്ചതിന്റെ അടിസ്ഥാനത്തിലാണെന്ന് പറയുന്നത് ഏതാണ്ട് 25 ലക്ഷത്തോളം രൂപ വരും ഇത്തരത്തിൽ ഒരു പ്രൈവറ്റ് ജെറ്റ് എടുത്തിട്ട് യാത്ര ചെയ്യുമ്പോൾ. അത് തന്നെയാണ് ഈ KK രാഗേഷ് അടക്കമുള്ളവർ 40 ലക്ഷമാണ്. ഉറപ്പായിട്ടും ഒരു കാര്യത്തിൽ എനിക്ക് സന്തോഷമുണ്ട്. ഒരു കാര്യത്തിൽ സന്തോഷമുണ്ട്. ഇപ്പൊ നമ്മൾ പറയുന്നത് പോലെ വലിയൊരു അപകടത്തിലേക്ക് പോകാണ്ടിരിക്കാൻ വേണ്ടിയിട്ട് അദ്ദേഹം ഇതിൽ ദുരൂഹത നീക്കണമെന്ന് പറയുന്നുണ്ട്. വി.ഡി. സതീശൻ ആയതുകൊണ്ട് നമുക്ക് പറയാം, നമ്മളുടെ ജനകീയ മുഖ്യമന്ത്രി ആയതുകൊണ്ട് പറയാം, കഴിഞ്ഞ തവണ വരെ 10 വർഷക്കാലം ഇവിടെ ഭരിച്ചുകൊണ്ടിരുന്ന ഒരാളോട് ഇതുപോലൊരു ചോദ്യം ചോദിക്കാനോ തിരുത്തണമെന്ന് പറയാനോ നമുക്ക് ഒരിക്കലും കഴിയില്ലായിരുന്നു. അതനുസരിച്ചിട്ട് ഇതുവരെയുള്ള പത്രസമ്മേളനങ്ങളിൽ വി.ഡി. സതീശൻ എല്ലാത്തിനും കൃത്യമായി മറുപടി പറഞ്ഞിട്ടുണ്ട്. നമ്മൾ വി.ഡി. സതീശനിൽ കാണുന്ന ഏറ്റവും രസകരമായിട്ടുള്ള, ഏറ്റവും മനോഹരമായിട്ടുള്ള ഒരു മഹത്വം എന്താണ്? അദ്ദേഹം ചോദ്യങ്ങളെ നേരിടുന്നു എന്നുള്ളതാണ്. വിമർശനങ്ങളെ ഭയക്കുന്നില്ല എന്നുള്ളതാണ്. അങ്ങനെ വിമർശനങ്ങളെ ഭയക്കുന്നില്ലാത്തത് കൊണ്ടാണ് യഥാർത്ഥത്തിൽ ആ പാർട്ടിക്കുള്ളിൽ നിന്ന് പോലും മുറുമുറുപ്പ് ഉയരുന്നുണ്ട്. എന്തിനാണ് മംഗലാപുരം സന്ദർശനത്തിൽ കോൺഗ്രസിൻ്റെ ഉള്ളിൽ നിന്ന് പോലും പ്രൈവറ്റ് ജെറ്റ് എടുത്തത്? മുറുമുറുപ്പ് ഉയർന്നിട്ട്. എന്തിനാണ് JDS നേതാക്കളെ കണ്ടത്? അതും NDA ആയിട്ട് ബന്ധമുള്ള JDS നേതാക്കളെ, BJP വാദം മുൻപോട്ട് വെക്കുന്ന JDS നേതാക്കളെ എന്തിനു കണ്ടു? ഈ ജിൻഡോ ജോണിനെ പോലുള്ള ആളുകൾ വളരെ ശക്തമായിട്ടാണ് വി.ഡി. സതീശനെ പല കാര്യങ്ങളിൽ പോസിറ്റീവായിട്ട് പറയുകയും നെഗറ്റീവായിട്ട് അല്ലെങ്കിൽ വിമർശിക്കുകയും ചെയ്യുന്നത്. പാർട്ടിയിൽ നിന്ന് പുറത്താക്കുന്നില്ല. അത് യഥാർത്ഥത്തിൽ കോൺഗ്രസിന്റെ ഒരു മഹത്വമായിട്ടാണ് ജനകീയത തന്നെയാണ്. അതൊരിക്കലും നിങ്ങൾക്ക് CPM-ലോ അല്ലെങ്കിൽ പിണറായി വിജയനിലോ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ പോലും അത് വലിയ തെറ്റ് തന്നെയാണ്. അതാണ് അതിന്റെ ഉത്തരം എന്ന് പറയുന്നത്. കഴിഞ്ഞ തവണത്തെ നമ്മുടെ മുഖ്യമന്ത്രിയുടെ അതേ വാചകങ്ങൾ കടമെടുത്തുകൊണ്ട് ഇവിടെ എനിക്ക് ഉറപ്പിച്ച് പറയാൻ പറ്റും. മടിയിൽ കനമില്ലാത്തതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന് വലിയ പേടിക്കാനുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. നമ്മൾ പറയുന്ന പോലെ വലിയൊരു അപകടത്തിലേക്ക് പോകുമെന്നും തോന്നുന്നില്ല. എന്നാലും ഈ ഒരു വിഷയത്തിൽ കൂടെ സുതാര്യനായിട്ട് മുന്നോട്ട് പോകുമ്പോൾ ഒരു വിഷയം മാത്രമായിട്ട് ഇട്ടേക്കണ്ട, അതിനുള്ള വിശദീകരണക്കുറിപ്പ് കൂടി. എന്തായാലും കോൺഗ്രസ് അധികാരത്തിൽ വരണം, UDF അധികാരത്തിൽ വരണം എന്ന് ആഗ്രഹിച്ച ഒരാളെന്ന നിലയിൽ വി.ഡി. സതീശൻ ഒരു അഴിമതിക്കാരനാണ് എന്ന് പറയാനോ അല്ലെങ്കിൽ അങ്ങനെ ആരെങ്കിലും കണ്ടെത്തുന്നുണ്ടെങ്കിൽ ഞാൻ അതിനോട് ഒട്ടും ഇഷ്ടപ്പെടുന്നില്ല അങ്ങനെ ഒരു കാര്യം. അതുകൊണ്ട് ഈ ദുരൂഹതകളെ മുഴുവൻ അദ്ദേഹത്തിന് നീക്കാൻ സാധിക്കട്ടെ.